ശ്രീ ഗുരുവായൂരപ്പാ ശരണം. കൃഷ്ണോ രക്ഷതു മാം ചരാചര ഗുരു കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൽ കൃഷ്ണായ ദത്തം മന. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ. ഹേ കൃഷ്ണതുഭ്യം നമഃ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീമന്നാരായണീയം 73-ാം ദശകം. ഭഗവാന്റെ മധുരാപുര യാത്ര. നിശമയ്യതവാസയാനവാർത്താം ഭൃതമാർത്താ പശുപാലബാലികാസ്താ കിമിദം കിമിദം കഥന്മിരീമാ സമവേദാ പരിദേവിതന്യകുർവൻ. കരുണാനിധിരേഷ നന്ദസൂനു കഥമസ്മാൻ വിസൃജേതനന്യനാഥാ വദമ കിമു ദൈവമേവമാസീതി താസ്ത്വൽഗതമാനസാ വിരേപു. ചരമപ്രഹരേ പ്രതിഷ്ഠമാന സഹമിത്രാ നിജമിത്രമണ്ഡലൈശ്ച പരിതാപഭരം നിതംബിനീനാം ശമയിഷ്യൻ വ്യമുജ സഹായമേകം. അജിരാതുപയാമി സന്നിധിം വോ ഭവിതാ സാധുമയൈവ സംഗമശ്രീ അമൃതാംബുദിതോ നിമജ്ജയിഷ്യേ ധൃതമിത്യാശ്വസിതാവധൂരകർഷീ. സവിഷാദപരം സയാശ്രമുച്ചൈരതിദൂരം വനിതാഭിരീക്ഷ്യമാണ മൃദുതദ്ദിശി പാതയന്നപാങ്കാൻ സബലോ ക്രൂരരസേണ നിർഗതോ അനസാബഹുലേന വല്ലഭാനാം മനസാ ചാനുഗതോസവല്ലഭാനാം. വനമാർത്തമൃഗം വിഷണ്ണവൃക്ഷം സമതീതോ യമുനാതടീമയാസീ. നിയമായ നിമജ്യവാരുണിത്വാമഭിവീക്ഷ്യാധരസേപികാന്തിനേയ വിവശോജനിക്കും യുധം വിഭോസ്തേ നനചിത്രം ത്വവലോകനം സമന്താൽ. പുനരേഷ നിമജ്യ പുണ്യശാലി പുരുഷം ത്വാം പരമം ഭുജംഗഭോഗേ അരികംബുഗതാംബുജൈ സ്ഫുരന്തം സുരസിദ്ധൗഘപരീതമാരുലോകേ. സതതാ പരമാത്മസൗഖ്യസിന്ധോ വിനിമഗ്ന പ്രണുവൻ പ്രകാരഭേദൈഃ അവിലോക്യ പുനഃ ഹർഷസിന്ധോരനുവൃത്യ പുളകാവൃതോ യയൗ ത്വാം. കിമു ശീതലിമാ മഹാഞ്ജലേയൽ പുളകോസാവിധി ചോദിതേന തേന അതിഹർഷ നിരുത്തരേണ സാർദ്ധം രസവാസീ പവനേശ പാഹി മാം ത്വം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ശ്രീമന്നാരായണീയം ദശകം 73. ഭഗവാന്റെ മധുരാപുര യാത്ര. ഈ ദശകത്തിന് അവലംബമായ ശ്രീമദ് ഭാഗവത ഭാഗം ദശമത്തിലെ 39-ാം അധ്യായത്തിൽ 13-ാം ശ്ലോകം തൊട്ടുള്ള 45 ശ്ലോകവും 30 ശ്ലോകമുള്ള 40-ാം അധ്യായവും 41-ാം അധ്യായത്തിലെ 3 ശ്ലോകവുമാകുന്നു. 39-ാം അധ്യായത്തിൽ ഗോപീവിലാപം കുറെ വിസ്തരിച്ചിരിക്കുന്നു. അക്രൂരസ്തുതിയായ 40-ാം അധ്യായം സുപ്രസിദ്ധവുമാണ്. നിശമയ്യതവാധയാനവാർത്താം സുസമാർത്താ പശുപാലബാലികാസ്താ കിമിദം കിമിദം കഥന്വിതീമാ സമവേദ പരിദേവിധാന്യകുർവൻ. പിന്നെ അങ്ങ് മഥുരയിലേക്ക് പോകുന്നുവെന്ന് വർത്തമാനം കേട്ടിട്ട് ആ ഇടയപ്പെൺകിടാങ്ങൾ നന്നേ ദുഃഖിതരായിത്തീർന്നു. എന്നിട്ട് ഇവരെല്ലാം ഒരിടത്ത് ഒന്നിച്ചു കൂടിയിട്ട് ഇതെന്ത് എങ്ങനെ ഇത് വന്നുകൂടി എന്നിങ്ങനെ ആവലാദികൾ പറയാൻ തുടങ്ങി. ദയാനിധിയായ ഈ നന്ദനന്ദനൻ മറ്റൊരു ആശ്രയമില്ലാത്ത നമ്മളെ എങ്ങനെ ഉപേക്ഷിച്ചു പോകും? കഷ്ടമേ, ദൈവം നമുക്ക് ഇങ്ങനെയായിത്തീർന്നുവോ? ഇങ്ങനെ ആ ബാലികമാർ അങ്ങയെ തന്നെ വിചാരിച്ച് വിലപിച്ചു. അച്ഛനോടും തൻ്റെ ഒരുപാട് സ്നേഹിതന്മാരോടും കൂടി രാത്രിയുടെ ഒടുക്കത്തെ യാമത്തിൽ മഥുരാപുരിയിലേക്ക് പുറപ്പെട്ട അവിടുന്ന് സുന്ദരിമാരുടെ, അതായത് ഗോപികമാരുടെ കനത്ത സങ്കടത്തെ ഒന്ന് ശമിപ്പിക്കുന്നതിന് ആഗ്രഹിച്ച് ഒരു ചങ്ങാതിയെ പറഞ്ഞയച്ചു. ഒട്ടും താമസിയാതെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊള്ളാം. എന്നോടുകൂടി തന്നെയുള്ള സമാഗമ സൗഭാഗ്യം നിങ്ങൾക്ക് ശരിക്കും ഉണ്ടാകും. അമൃതസാഗരത്തിൽ അതിവേഗത്തിൽ ഞാൻ നിങ്ങളെ മുക്കിക്കൊള്ളാം എന്നിങ്ങനെ ഗോപികമാരെ ആശ്വസിപ്പിച്ചു. കനത്ത സങ്കടത്തോടെയും ഏറ്റവും അപേക്ഷയോടും കൂടിയ ഗോപസ്ത്രീകൾ അവിടുന്ന് കണ്ണിൽ നിന്നും മറയുന്നതുവരെ അത്ര അകലത്തേക്ക് നോക്കി നിൽക്കവേ അവർ നിൽക്കുന്നിടത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് മിനുത്ത കടാക്ഷങ്ങൾ അയച്ചുകൊണ്ട് ബലരാമനോടുകൂടി അവിടുന്ന് അക്രൂരൻ്റെ രഥത്തിൽ കയറി അമ്പാടിയിൽ നിന്നും പുറപ്പെട്ടു പോയി. അങ്ങനെ അവിടുന്ന് ഗോപന്മാരുടെ അനേകം വണ്ടികളും അത്യന്തം പ്രിയകളായ ഗോപികമാരുടെ മനസ്സും തന്നെ അനുഗമിക്കവേ സങ്കടപ്പെടുന്ന മാനുകളും വിഷാദിക്കുന്ന മരങ്ങളുമുള്ള കാടിനെയും പിന്നിട്ട് യമുനാ നദീതടത്തിൽ എത്തിച്ചേർന്നു.
ഗാന്ധിനിപുത്രനായ അക്രൂരൻ കുളിച്ച് അധ്യാനകർമ്മങ്ങൾക്കായി യമുനാജലത്തിലിറങ്ങി മുങ്ങി. അപ്പോഴവിടെ അങ്ങയെ അസലായി കണ്ടു. എന്നിട്ടും പൊങ്ങി നോക്കിയപ്പോൾ രഥത്തിലും അങ്ങയെ കണ്ടു. അപ്പോൾ അക്രൂരൻ ആശ്ചര്യവിവശനായി തീർന്നു. അല്ലേ, സർവ്വവ്യാപിയായ അങ്ങയെ എല്ലായിടത്തും കാണുക എന്നത് ആശ്ചര്യമാണോ? അല്ല തന്നെ. പുണ്യശാലിയായ ഈ അക്രൂരൻ വീണ്ടും മുങ്ങിയപ്പോൾ പാമ്പിൻ്റെ ഉടലിന്മേൽ, അനന്തസേനത്തിന്മേൽ, ചക്രം, ശംഖ, ഗദ, പത്മ എന്നിവയാൽ മിന്നിത്തിളങ്ങുന്നവനും ദേവസമൂഹവും സിദ്ധസമൂഹവും ചുറ്റുമുള്ളവനും പുരുഷോത്തമനുമായ അങ്ങയെ അസലായി കണ്ടു. ആ അക്രൂരനപ്പോൾ ബ്രഹ്മാനന്ദമാകുന്ന സമുദ്രത്തിൽ വിശേഷിച്ച് മാണ്ടുമുങ്ങിയിട്ട് നാനാപ്രകാരത്തിൽ സ്തുതിച്ചു. പിന്നെ നോക്കിയപ്പോൾ അങ്ങയെ കണ്ടതുമില്ല. എന്നാൽ മുമ്പുണ്ടായ ആനന്ദസിന്ധു വിടാതെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നു. ആകയാൽ ആകെ കോരിത്തിരിച്ചുകൊണ്ട് അങ്ങയുടെ അടുത്തേക്ക് വരികയും ചെയ്തു. വിമുഷീതളിമാമഹാഞ്ജലേ യത് പുളകോസാവിധി ചോദിതേന തേന അതിഹർഷനിരുത്തരേണ സാർദ്ധം രഥവാസീ ഭവനേശ പാഹി മാം ത്വം. വെള്ളത്തിൽ തണുപ്പ് വല്ലാതെയുണ്ടോ? ഇതാ ആകെ കോരിത്തിരിച്ചിരിക്കുന്നുവല്ലോ എന്നിങ്ങനെ അങ്ങ് ചോദിച്ചപ്പോൾ മുമ്പത്തേക്കാളധികം ആനന്ദം തോന്നിയിട്ട് ഉത്തരം പറയാൻ പറ്റാത്തവനായ ആ അക്രൂരനോട് കൂടി രഥത്തിൽ അങ്ങനെ ഇരുന്ന ഗുരുവായൂരപ്പ അവിടുന്ന് എന്നെ പരിപാലിക്കണമേ. ഇതോടുകൂടി ഈ 73-ാമത്തെ ദശകം അവസാനിച്ചു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.